ഹലോ ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാനും പറ്റിയിട്ടുള്ള ഒരു എഗ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയല്ലോ. ആദ്യം നമുക്കൊരു ബൗൾ എടുത്ത് വെക്കാം. എന്നിട്ട് ഇതാ നമുക്കതിലേക്കൊരു 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. കടലമാവ് നമുക്ക് എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റി കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ കടലമാവിൻ്റെ നേർപകുതി വേണം കേട്ടോ മൈദ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഞാനൊരു 3 മീഡിയം സൈസ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അത് നീളത്തിലാണ് കേട്ടോ സ്ലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്, 2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, അറിയാലോ, നമുക്കൊരിക്കലും ഓവറായി പോകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കൈപ്പിടി എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിതാ നമുക്ക് മെയിനായിട്ടും ഇതിലേക്ക് വേണ്ടത് എഗ്ഗ്. അത് ഞാൻ 6 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 എഗ്ഗ് ഞാൻ 2 പോർഷൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ എടുക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ആക്കാം, അതുപോലെ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. ഇനി ഇതാ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിതാ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഉള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം തിരിച്ചും മറിച്ചും ഒന്നിട്ടിട്ട് ഉള്ളൊക്കെ ഒന്ന് വേവുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഉള്ളി കരിയരുതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു എഗ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയെന്നാണെങ്കിൽ ഒരു എഗ്ഗൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വേറെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.